ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ ഇന്ന് പഠിക്കുന്നത്. അതായത് 3 തരത്തിലുള്ള ലായനികളുണ്ട്. ഹൈപ്പർടോണിക്, ഐസോടോണിക് ആൻഡ് ഹൈപ്പോടോണിക്. ഈ 3 തരത്തിലുള്ള ലായനി, എന്തുകൊണ്ടാണ് ലായനികൾ ഇങ്ങനെ 3 തരം വ്യത്യസ്ത ലായനികൾ ഉണ്ടായത്? എന്തിൻ്റെ ബേസിലാണ്? അതറിയുന്നതിന് മുൻപ് എന്താണ് ഒരു ലായനി? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ലായനി എന്നാൽ നമുക്കറിയാം, അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് സൊല്യൂഷൻ. ഓക്കെ, സോ ലായനി എന്നാൽ ഒരു ലീനം ഒരു ലീനം ലായകത്തിൽ ലയിച്ച് ഉണ്ടാകുന്നതാണ് ഒരു ലായനി. ഈ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഇത് 3 തരം ആകുന്നത്? അപ്പോൾ നമുക്ക് ലീനം എന്ന് വെച്ചാൽ സൊല്യൂട്ടാണ് അല്ലേ? ലീനം സൊല്യൂട്ടാണ്, ലായകം സോൾവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, വെറുതെ എന്താണ് ഐസോടോണിക്, എന്താണ് ഹൈപ്പോടോണിക്, ഹൈപ്പർടോണിക് എന്നൊക്കെ പഠിക്കുന്നതിന് മുൻപായിട്ട് ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും, മറന്നു പോകാതെ നമ്മളത് ഓർത്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ലായനി എന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ലായനിക്ക് എക്സാമ്പിളാണ് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഉപ്പുവെള്ളം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോൾട്ട് സൊല്യൂഷൻ അഥവാ ഉപ്പുവെള്ളം, ഇതൊരു ലായനിയാണ്, അതായത് ഒരു സൊല്യൂഷനാണ്, അതിൽ സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഈ ഉപ്പുവെള്ളത്തിൽ ഏതാണ് ലീനം? ഉറപ്പായും അത് ഉപ്പാണ്. അങ്ങനെയെങ്കിൽ ലായകം നമ്മുടെ വെള്ളം അല്ലെങ്കിൽ ജലം ആണല്ലേ? അപ്പം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലായനി എന്നാൽ ഒരു മിശ്രിതമാണ്. ലായനി ഒരു മിശ്രിതം അഥവാ മിക്സ്ചറാണ്. എന്തിൻ്റെ മിശ്രിതമാണ്? ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും മിശ്രിതമാണ് ലായനി. അപ്പോൾ ഇവിടെ നിന്ന് ഓർക്കേണ്ട മറ്റൊരു കാര്യം, ലീനം എന്നത് എപ്പോഴും എന്താണ്? ഒരു ഖരപദാർത്ഥമായിരിക്കും, ഒരു ഖരവസ്തുവായിരിക്കും ലീനം. ഓക്കെ, ആൻഡ് ലായകം എന്നത് അല്ലെങ്കിൽ സോൾവെൻറ്റ് എന്നത് എപ്പോഴും എന്താണ്? ഒരു ദ്രാവകം, മോസ്റ്റ്ലി അത് വാട്ടർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഖരപദാർത്ഥമാണ് ലീനം, ദ്രാവകമാണ് ലായകം. ഓക്കെ, ഇനി ഈ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ഫാക്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഇവരുടെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 3 തരത്തിലുള്ള ലായനികൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസെൻട്രേഷനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളൊരു ലായനി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കോൺസെൻട്രേഷൻ്റെ മലയാളം ടേം ഗാഢത എന്നാണ്. ഗാഢത. ഓക്കെ, ഒരു സൊല്യൂഷൻ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കൂടുതൽ? എന്തിൻ്റെ കൂടുതലിനെയും കുറവിനെയും അല്ലെങ്കിൽ എന്തിൻ്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് നമ്മളൊരു സൊല്യൂഷനെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുന്നത്? അറിയാമോ? കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടിയ ഒരു ലായനി എന്നാൽ സൊല്യൂട്ട് അഥവാ ലീനത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പോഴാണ് ഒരു ലായനിയുടെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നാൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്? സോൾവെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്? അതായത് വെള്ളം അല്ലെങ്കിൽ H2O, സോൾവെൻറ്റ് അഥവാ H2O ആണ് നമ്മുടെ സോൾവെൻറ്റ്, അത് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മറന്നു പോകാതെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പറഞ്ഞ്? ലായനിയുടെ കോൺസെൻട്രേഷൻ കൂടിയ ലായനി എന്നാൽ അവിടെ എന്തിൻ്റെ? സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ അളവാണ് അവിടെ കൂടുതലായിരിക്കുന്നത്. സോൾവെൻറ്റിൻ്റെ അളവ് കുറവായിരിക്കും, അഥവാ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇതാണ് കോൺസെൻട്രേഷൻ കൂടിയ ലായനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ബാക്കി പറയാലോ. കോൺസെൻട്രേഷൻ കുറഞ്ഞ ലായനി എന്നാൽ അവിടെ കൂടുതൽ ഏതായിരിക്കും?
H2O. അവിടെ H2O കൂടുതലായിരിക്കും, സൊല്യൂട്ട് കുറവായിരിക്കും. അപ്പോൾ എന്താണ് സൊല്യൂട്ടിൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ചിട്ടാണ് ലായനിയുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ സൊല്യൂട്ടിൻ്റെ അളവ്, ലീനത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി കോൺസെൻട്രേഷൻ കുറഞ്ഞ ലായനിയാണ് നമുക്ക് തന്നത് എങ്കിൽ അതിനർത്ഥം ആ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. സൊല്യൂട്ടിൻ്റെ അളവ് കുറവ് എന്നാൽ അതിലെ വെള്ളത്തിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി അവിടെ കൂടുതൽ എന്ന് അർത്ഥം. കൂടുതൽ. ഈ ഒരു ഫാക്റ്റ് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനി കോൺസെൻട്രേഷൻ കൂടിയ ലായനി എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം അവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഇനിയാണ് അടുത്തൊരു തരം കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. ഇവരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ കേട്ടോ. കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ വ്യത്യാസമൊന്നുമില്ല. അത്തരം ലായനിയിൽ എന്തായിരിക്കും? സൊല്യൂട്ടിൻ്റെ അളവും അല്ലെങ്കിൽ ലീനത്തിൻ്റെ അളവും നമ്മുടെ ലായകം അല്ലെങ്കിൽ സോൾവെൻറ്റ്, അതായത് നമ്മുടെ വെള്ളം, ഇതിൻ്റെ അളവും സെയിം ആയിരിക്കും. ലീനവും ലായകവും തുല്യ അളവിലായിരിക്കും. ഇതാണ് കോൺസെൻട്രേഷൻ സെയിം ആയിട്ടുള്ള ലായനിയുടെ അവസ്ഥ. ഇനി ഇതൊരു ഫാക്റ്റ്. ഇനി അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ കൂടിയ ലായനിയെയാണ് നമ്മൾ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കൂടിയ ലായനി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ കൂടുതൽ? ഇവിടെ നിന്ന് നമുക്ക് പറയാമല്ലോ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നാൽ അവിടെ സൊല്യൂട്ട് കൂടുതലാണ്. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, കോൺസെൻട്രേഷൻ കുറഞ്ഞ ലായനിയെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോട്ടോണിക്. അപ്പോൾ ഹൈപ്പോട്ടോണിക്കിൽ എന്തായിരിക്കും കൂടുതലും കുറവും? കോൺസെൻട്രേഷൻ കുറവ് എന്നാൽ സൊല്യൂട്ട് കുറവാണ്, വാട്ടർ കൂടുതലാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞ ലായനി ഹൈപ്പോട്ടോണിക്. അപ്പോൾ ഇവർ ഈക്വൽ ആണെങ്കിൽ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും അളവ് ഈക്വൽ ആണെങ്കിൽ ഈ മൂന്നാമത്തെ കാറ്റഗറി, ഇതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഈക്വൽ ആണെങ്കിൽ അതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഈ ഒരു ഫാക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവിടെ ലീനത്തിൻ്റെ അളവ് കൂടുതൽ എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഹൈപ്പർട്ടോണിക് എന്താണ്, ഐസോട്ടോണിക് എന്താണ്, ഹൈപ്പോട്ടോണിക് എന്താണ് എന്നുള്ളത് മനസ്സിലായി. സൊല്യൂട്ടിൻ്റെ അളവ് കൂടിയാൽ അത് ഹൈപ്പർട്ടോണിക് ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഒരു ജീവകോശത്തെ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ലിവിങ് സെല്ലിനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ സെല്ലിന് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നമുക്കൊരു ബീക്കറിൽ ഈ സൊല്യൂഷൻസ് എടുക്കാം. നമുക്ക് 3 ബീക്കർ എടുക്കാം. നമുക്ക് 3 ബീക്കറുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ്റെ കാര്യം എടുക്കാം കേട്ടോ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്താണ്? സൊല്യൂട്ടിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? സൊല്യൂട്ടിൻ്റെ അളവ്, അതായത് ലീനത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഉപ്പുവെള്ളമാണ് ലായനിയായിട്ട് എടുക്കുന്നത്, ഉപ്പുവെള്ളമാണെങ്കിൽ ഇവിടെ ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഒന്ന് ഇമാജിൻ ചെയ്യുക. ഇവിടെ നമ്മളൊരു ലിവിങ് സെൽ, നമുക്കൊരു നമ്മുടെ RBC രക്തകോശം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ സൊല്യൂഷനിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിന് മനസ്സിലാക്കേണ്ടത് ഹൈപ്പർട്ടോണിക് ആണ്. ഹൈപ്പർട്ടോണിക് എന്ന് വെച്ചാൽ സൊല്യൂട്ട് അഥവാ ലീനം കൂടുതലാണ്. ഇതിനകത്തേക്ക് നമ്മളൊരു RBC ഇട്ടു. ഇങ്ങനെ വരുമ്പോൾ ലീനം കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നോർമലി H2O, ഈ വാട്ടർ കുറവാണ്, വെള്ളം കുറവാണ്, H2O കുറവാണ്. പക്ഷെ നോർമലി നമ്മുടെ സെല്ലിന് ആവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ട്. വെള്ളം അടക്കം എല്ലാം തന്നെ ഇതിനകത്തുണ്ട്, കോശത്തിനകത്തുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? കോശം ഇരിക്കുന്ന മീഡിയം ആണല്ലോ ഈ സൊല്യൂഷനിലേക്കാണ് ഈ കോശത്തെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീഡിയത്തിൽ ആ സൊല്യൂഷൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറവാകുമ്പോൾ എന്താ സംഭവിക്കുക? സെല്ലിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും.
ഇതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് എന്താ സംഭവിക്കുക? വെള്ളം പാസ് ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അത് നമ്മൾ കോശത്തിൻ്റെ പദാർത്ഥ സംവഹനം പഠിക്കുമ്പോൾ 2 പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്, ഡിഫ്യൂഷനും ഓസ്മോസിസും. ഇപ്പോൾ പദാർത്ഥങ്ങളുടെ സംവഹനമാണെങ്കിൽ അത് ഡിഫ്യൂഷൻ, വെള്ളത്തിൻ്റെ മാത്രം മൂവ്മെൻ്റ് ആണെങ്കിൽ അത് ഓസ്മോസിസ്. ഓക്കെ, നോർമലി ഡിഫ്യൂഷൻ നടക്കുന്നത് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ്. പക്ഷേ ഓസ്മോസിസ് അങ്ങനെയല്ല, ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയതിലേക്കാണ് നമ്മുടെ ഓസ്മോസിസ് നടക്കുക. അപ്പോൾ ഗാഢത കുറവ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് അർത്ഥം? ഗാഢത കുറവ് എന്നാൽ ഇവിടെ നോക്കണം, കോൺസെൻട്രേഷൻ കുറവ് എന്നാൽ സൊല്യൂട്ട്. കോൺസെൻട്രേഷൻ കുറവ് എന്നാൽ സൊല്യൂട്ട് കുറവായ ഭാഗം, സൊല്യൂട്ട് കുറവാണ്. അത് എവിടെയാണ് സൊല്യൂട്ട് എവിടെയാണ് കുറവായിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഹൈപ്പർടോണിക് ആണ് എന്ന് വെച്ചാൽ അവിടെ സൊല്യൂട്ട് കൂടുതലാണ്. അപ്പോൾ സൊല്യൂട്ട് കുറവായിരിക്കുന്നത് കോശത്തിലല്ലേ, ഇവിടെ കൂടുതലാണ് സൊല്യൂട്ട്, ലീനം ഇവിടെ കൂടുതലാണ്. മീൻസ് കോശത്തിനകത്ത് അതിനേക്കാൾ കുറവാണെന്ന്. അപ്പോൾ കുറവായ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ തിരിച്ചും ചിന്തിക്കാം, ഹൈപ്പർടോണിക് എന്നാൽ വെള്ളം കൂടുതലാണ്, നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ വെള്ളം കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം കുറവാണ്. ഹൈപ്പർടോണിക്കിൽ വെള്ളം കുറവാണ്, ലീനം കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം കുറവാണ്. അപ്പോൾ ഈ കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കോശത്തിനകത്ത് നിന്നും വാട്ടർ മോളിക്യൂൾ, ജലതന്മാത്രകൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. കാരണം ഈ പുറത്ത് നമ്മൾ എടുത്തേക്കുന്ന സൊല്യൂഷനിൽ വെള്ളം കുറവാണല്ലേ. അപ്പോൾ അത് നികത്താനായിട്ട് കോശത്തിനകത്ത് നിന്നും പുറത്തേക്ക് വെള്ളം പാസ് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നോർമലി ഇരിക്കുന്ന ഒരു സെല്ലിൽ നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സെല്ലെല്ലാം ചുളുങ്ങിപ്പോകും, സെല്ല് ഇങ്ങനെയായി പോകും. ഓക്കെ, ഇതാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ്റെ അവസ്ഥ. ഇനി വരുന്നത് നമുക്കൊരു ഹൈപ്പോടോണിക് സൊല്യൂഷൻ എടുക്കാം. ഹൈപ്പോടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഹൈപ്പോടോണിക് ആണല്ലേ? കോൺസെൻട്രേഷൻ കുറവാണ്, അതായത് സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്. സൊല്യൂട്ടിൻ്റെ അളവ് അതായത് ലീനം കുറവാണ്. ലീനം കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ്? വെള്ളം കൂടുതലാണ്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്, പക്ഷേ ലീനം കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു RBC ഇടാം, ഒരു ലിവിങ് സെൽ ഇടുകയാണ്. ഓക്കെ, RBC ഇട്ടു. ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ വെള്ളം ഭയങ്കര കൂടുതലല്ലേ, അപ്പോൾ കൂടുതലാണ്, സൊല്യൂട്ട് കുറവാണ്. അപ്പോൾ ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും, അതായത് സൊല്യൂഷനിൽ നിന്നും കോശത്തിനകത്തേക്ക് വെള്ളം പ്രവേശിക്കും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 കേസിലായാലും മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളം മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാട്ടർ എലോൺ അല്ല, അല്ലെങ്കിൽ വെള്ളം ഒറ്റയ്ക്കല്ല മൂവ് ചെയ്യുക. സോൾവെൻറ്റ് മാത്രമല്ല, എന്താ ആ സൊല്യൂഷൻ മൊത്തത്തിൽ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ ഇവിടെ എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ സോൾവെൻറ്റ് മാത്രമാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ, വെള്ളം മാത്രം. അതാണല്ലോ ഓസ്മോസിസ്, വെള്ളത്തിൻ്റെ മാത്രം മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഓസ്മോസിസ്, അതായത് ലായകം മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വെള്ളം മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ സോൾവെൻറ്റ് H2O മാത്രമാണ് മൂവ് ചെയ്യുക, അതിനകത്തുള്ള ഉപ്പോ ഒന്നും നമ്മളിതിൽ വരുന്നില്ല, അത് ഓസ്മോസിസിൽ വരില്ല. പദാർത്ഥങ്ങൾ മൂവ് ചെയ്യുമ്പോൾ അത് ഡിഫ്യൂഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലായകം മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ഹൈപ്പോട്ടോണിക്കിൻ്റെ. അപ്പോൾ ഹൈപ്പോട്ടോണിക്കിൽ എന്താ വരുന്നത്? വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ. അപ്പോൾ ആ സൊല്യൂഷനിൽ നിന്നും കോശത്തിനകത്തേക്ക് നമ്മുടെ വെള്ളം പാസ് ചെയ്യും. അപ്പം നോർമലി ഇരിക്കുന്ന ഒരു സെല്ലിനകത്തേക്ക് വെള്ളം ഭയങ്കരമായിട്ട് കൂടുകയാണല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്യും, ബലൂണ് പോലെ ഇങ്ങനെ വീർക്കും, ബൾജ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത ഒരു കേസ്, ഐസോട്ടോണിക് സൊല്യൂഷനാണ് ഈ ബീക്കറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണല്ലേ, ഈക്വൽ കോൺസെൻട്രേഷൻ ആണ്. വെള്ളമായാലും ഇതിനകത്തേക്ക് നമ്മളൊരു RBC ഇട്ടാൽ ഒരു ചേഞ്ചും സംഭവിക്കില്ല. ഇവിടെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, സൊല്യൂഷനിൽ കോൺസെൻട്രേഷൻ വ്യത്യാസമില്ല, ഈക്വൽ ആണ് ഐസോട്ടോണിക് സൊല്യൂഷനിൽ. അതുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കില്ല സെല്ലിന് കേട്ടോ.
സെല്ല് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നോർമലി എല്ലാ സെല്ലും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേബിൾ സ്റ്റേറ്റാണ് ഇത് ഐസോട്ടോണിക് സൊല്യൂഷൻ. എല്ലാം ഐസോട്ടോണിക് സൊല്യൂഷനിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഡിസീസ്ഡൊന്നും അല്ലാത്ത ഒരാളുടെ ബോഡിയിൽ ഐസോട്ടോണിക് കണ്ടീഷനിലായിരിക്കും സെൽസ് ഇരിക്കുക. പക്ഷെ നമുക്ക് ഡീഹൈഡ്രേഷനോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഡ്രിപ്പായിട്ട് കയറ്റാറുണ്ടല്ലേ. അത് അവിടെ ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ സെല്ലിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും സെല്ലിലേക്കൊക്കെ നമ്മൾ വെള്ളത്തെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 3 സൊല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ ഹൈപ്പർട്ടോണിക്കിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തത്. ഇവിടെയുണ്ട് ഹൈപ്പർട്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഭയങ്കര സെൽസ് എല്ലാം ഷ്രിങ്ക് ചെയ്തു, വല്ലാതെ ചുളുങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം വെള്ളം സെല്ലിൽ നിന്നും പുറത്തേക്കാണ് വരുന്നത്. കണ്ടോ, പുറത്തേക്കാണ് ആരോ. സോ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോശം ചുരുങ്ങിപ്പോകും. പക്ഷേ ഐസോട്ടോണിക്കിലാവുമ്പോൾ കണ്ടോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കാരണം പുറത്തുള്ള H2Oവും അകത്തുള്ള H2O രണ്ടും സെയിം അളവിൽ തന്നെ നിന്നോളും. ഓക്കെ, അപ്പോൾ സെല്ലിന് വ്യത്യാസം വരില്ല. പക്ഷേ എങ്കിൽ ഇത് നോക്കൂ, അകത്തേക്കാണ് ഇത് പോകുന്നത്. സോ സെല്ല് ബൾജ് ചെയ്യും ഹൈപ്പോട്ടോണിക്കിൽ. ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ്. എവിടെയാണ് കുറവ്? നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ. ആ സൊല്യൂഷനിലേക്കാണ് സെല്ലിനെ ഇടുന്നത്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പം ഇതൊക്കെ അത് തന്നെയാണ്. ഇനി ഇങ്ങനെയാണ് ഇത് ഏത് അവസ്ഥയാണ്? ഇത് നിങ്ങൾ നോക്കിയിട്ട് പറയണം ഇത് ഏത് അവസ്ഥയിലുള്ള ഒരു സെല്ലാണെന്ന്. എന്താ തോന്നുന്നത്? വല്ലാതെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ? വല്ലാതെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതിലേതാണ് ബൾജ് ചെയ്തിരിക്കുന്നത്? ഇതാണ് ബൾജ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈപ്പർട്ടോണിക് ആണ്. ഇത് ചുളുങ്ങിയായിരിക്കുന്നത് അല്ലേ, ഭയങ്കര ഷ്രിങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഐസോട്ടോണിക് ആണ്, ഐസോട്ടോണിക് സൊല്യൂഷനാണ്. ചുരുങ്ങിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഹൈപ്പോട്ടോണിക്. ഇതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞു തരാം. ഓക്കെ, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു ക്ലാസ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.